കണ്ടോ? അത് തന്നെ എങ്ങനെ സംഭവിച്ചു? മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജാതവേദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഗുജറാത്തിലെ പഴയൊരു DGP, അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം വന്നതാണ്. അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഈ സ്ത്രീ പരാതി പറഞ്ഞപ്പോൾ വന്നതാ. നല്ലവരായ ഉദ്യോഗസ്ഥന്മാർ എല്ലാ മതത്തിലുമുണ്ട്, നല്ലവരായ നീതിബോധമുള്ള മനുഷ്യന്മാർ എല്ലായിടത്തും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ആ കേസ് മുന്നോട്ട് പോയതും CBI അന്വേഷിച്ച ഒരു കേസ് എന്ന രീതിയിൽ വൻ വിജയത്തിലെത്തി പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുത്തതും. അതുപോലെ തെളിയിക്കപ്പെടാത്ത എത്ര കേസുകളുണ്ട്. ആ കേസുകളും അപകടങ്ങളുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വല്ല പരിതാപകരമായ അവസ്ഥ. കൊന്നു കുടിച്ചു മുടുന്നു, എന്നിട്ട് ഉപ്പിട്ട് മുടുന്നു, കുടുംബത്തെ മുഴുവൻ മാനഭംഗപ്പെടുത്തുന്നു. കേരളത്തിൽ അത്തരമൊരവസ്ഥ ഉണ്ടാകുമോ? അത്തരമൊരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഒരുത്തനെ പോലും പുറത്തു പോകാതെ ശിക്ഷിക്കാൻ മാന്യമായ സംവിധാനം നമ്മുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ടുണ്ടാക്കിയിട്ടില്ലേ? എന്തുകൊണ്ട് അങ്ങനെയുള്ള സെക്യൂരിറ്റി മുസ്ലിങ്ങൾക്ക് ഇവിടെ കിട്ടി? എന്തുകൊണ്ട് ഐഡന്റിറ്റി മുസ്ലിങ്ങൾക്ക് കിട്ടി? എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തുല്യതയ്ക്ക് വേണ്ടി പൊരുതാൻ ഇവിടെ കഴിയുന്നു? എന്തേ സച്ചാർ കമ്മീഷൻ കേരളത്തെ മുൻപന്തിയിലുണ്ടെന്ന് എടുത്തു ധരിച്ചു? എല്ലാ സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിൽ കേരളമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ? ഇന്ന് നേരത്തെ ഇവിടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്നവരും അവകാശവാദം ഉന്നയിക്കുന്നവരും ഒക്കെ ഒന്നിരുന്ന് ചിന്തിക്കട്ടെ. മുസ്ലിം ലീഗ് ഉണ്ടാക്കി വെച്ച തിന്നബലത്തിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നവരല്ലേ അവർ? മുസ്ലിം ലീഗിന്റെ ബാനറിൽ ഉണ്ടാക്കി വെച്ച ആ മഹിതമായ പാരമ്പര്യത്തെ ആസ്വദിക്കുന്നവരല്ലേ അവര്? അത് ആസ്വദിച്ചുകൊണ്ടേ ഒരുത്തരും പ്രസംഗിക്കാൻ കഴിയൂ. നമ്മുടെ ഇല്ലായ്മകളുടെ കഥകളെ കുറിച്ച് ഓർക്കുന്നവന്, ഇല്ലായ്മയിൽ നിന്നും നമ്മളെ പിടിച്ചുയർത്തിയവർ, വല്ലായ്മയിൽ നിന്നും നമ്മളെ താങ്ങിക്കൊണ്ടുവന്നവർ ആരായിരുന്നു? ആ നേതാക്കൾ എന്തായിരുന്നു ചെയ്തത് എന്ന് പഠിക്കേണ്ടി വരും. ഇന്നത്തെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസക്തി നമ്മുടെ ചെറിയപ്പക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഒന്നാമത്തെ കടമ. നമ്മൾ നമുക്കിടയിലാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനമാണ് പ്രധാനം. നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം. നമുക്ക് നമ്മളെ മറന്നുപോയി. നമ്മൾ ആരെന്ന ബോധം നമുക്കുണ്ടായില്ല. ധർണ നടത്തലും പ്രകടനം നടത്തലും മാത്രമാണ് ലീഗ് എന്ന് തെറ്റിദ്ധരിച്ചു. ഭരണം നടത്തൽ മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് പല കുട്ടികളും കരുതിപ്പോയി. അതുകൊണ്ട് തന്നെ പലർക്കും മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ലീഗ് എന്ന് പറഞ്ഞാൽ ധർണയും പ്രകടനവും പ്രസംഗവും മാത്രമല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്ത് പോലെ കൊണ്ടു നടന്ന മഹത്തുക്കൾ ഉണ്ടായിരുന്നു. സമുദായത്തിന് സേവനം ചെയ്യാൻ ഇബാദത്തായി കണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നേതൃ മഹിമ നമുക്കുണ്ടായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് നാക്കെടുത്താലും തൂലികെടുത്താലും, ബാഫയ്ക്ക് തങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നാലും, എന്തെങ്കിലും ഉപദേശം കൊടുത്താലും സമൂഹത്തിന് വമ്പിച്ച മാറ്റം ഉണ്ടാകുമായിരുന്നു. അന്നത്തെ നേതാക്കളുടെ പ്രസംഗത്തിലൊക്കെ നോക്കൂ നിങ്ങൾ. CHന്റെ ലേഖനത്തിൽ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്, ഓരോ പ്രദേശത്തും പഠന ക്ലാസുകൾ വേണം, ദീന് പഠിക്കണം, ദീന് പഠിച്ചവനെ മുസ്ലിം ലീഗിനെ പഠിക്കാൻ കഴിയൂ. CH പറഞ്ഞു. ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു, ഇത് മുസ്ലിം ലീഗാണ്, ആദ്യം മുസ്ലിം ആകണം, പിന്നെ ലീഗ് ആവണം. അതാണ് ബാഫയ്ക്ക് തങ്ങളുടെ നിർദ്ദേശം. അങ്ങനെയല്ലേ മുസ്ലിം ലീഗിനെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കെട്ടിപ്പടുത്തത്? കായിദമില്ലത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊന്ന് പഠിക്കൂ നിങ്ങൾ. ഒരു സൂഫിയായ മഹാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടെ ജീവിച്ച, നിസ്കാരം ഖളാ ആക്കാതെ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു സൂഫി വര്യനായിരുന്നു കായിദമില്ലത്ത്. തമിഴ്നാട്ടിലെ ഗവൺമെന്റിന് പോലും അദ്ദേഹത്തോട് എന്തൊരു ആദരവ്, അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തൊരു ആദരവ്. അദ്ദേഹത്തിന്റെ പേരിൽ ജില്ലയും സംവിധാനങ്ങളും, അദ്ദേഹത്തിന്റെ ഖബറടക്കാൻ പ്രത്യേക സ്ഥലം അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥ വരെ. എന്തുകൊണ്ട്? കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിലുള്ള മതിപ്പ്. ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനെ സകല മനുഷ്യരും ആദരിക്കും. എല്ലാവരുടെ മനസ്സിലും അദ്ദേഹത്തെ കുറിച്ച് ഒരു ഗൗരവതരമായ ചിന്തയുണ്ടാകും. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് കൊടി പിടിക്കാൻ ആളില്ലാത്തൊരു സമുദായം, ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ടിരുന്ന ഒരു കാലം, കാശ്മീർ ഇന്ത്യയിൽ ലയിപ്പിച്ച സമയത്ത് പതറിന്നിരുന്നൊരു സമുദായം, ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ ഞെട്ടിവിറച്ചിരുന്ന മുസ്ലിമീങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ സംശയദൃഷ്ടിയോടുകൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് സ്വത്വബോധമുണ്ടാക്കി, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് അസ്തിത്വം ഉണ്ടാക്കി, വ്യക്തിത്വം ഉണ്ടാക്കി, തൊഴിലും സംവിധാനങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പോറ്റുവാൻ നമുക്ക് കുറെ നേതാക്കൾ ഉണ്ടായിരുന്നു. 70കളുടെ ആദ്യത്തിൽ നമുക്ക് ഗൾഫിന്റെ കവാടം തുറന്നപ്പോൾ പലരും ഗൾഫിലേക്ക് പോയി. കുറെ ഗൾഫ് പണം ഇങ്ങോട്ട് ഒഴുകി. നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചു പണത്തിലാണ് എല്ലാം കുടികൊള്ളുന്നത്. അവർ ഈ പണത്തിന്റെ, ഈ ട്രാപ്റ്റിന്റെ, ഈ സൗകര്യത്തിന്റെ ആസ്വാദ്യ വലയത്തിൽ ചേർന്നുകൊണ്ട് ഇന്നലകളിലെ മുസൽമാന്റെ കട്ടപ്പാടിനെ കുറിച്ച് അറിയുന്നില്ല. അവന്റെ വാപ്പയും പ്രപിതാമഹന്മാരും കട്ടപ്പെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം അവന്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ പോക്ക് പോയാൽ നമ്മെ താങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ മുഴുവൻ ഭൗതിക രാഷ്ട്രീയക്കാർ വിഴുങ്ങുകയും നമ്മുടെ മതത്തിന്റെ സ്വത്വവും അതിന്റെ സത്യവും മെല്ലെ മെല്ലെ നക്കിക്കൊന്ന് നമ്മളെ ഒന്നുമല്ലാതാക്കുകയും ചെയ്യുന്ന സമൂഹം ഉണ്ടാകും. അതിനാണ് മദ്രസകൾക്ക് മേൽ കൈവെക്കാൻ നിയമം കൊണ്ടുവന്നത്. അതിനാണ് പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂട് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ സ്വത്വബോധം നശിപ്പിക്കാൻ മുന്നോട്ട് വരുന്നവനെ തിരിച്ചറിയാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? ഇതൊരു വനരോധനമായാൽ മതിയോ? മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുന്നോട്ട് വരണം. എങ്കിലേ നമുക്കതിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയൂ. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിനും മറ്റു പാർട്ടികളെ പോലെ അപജയം സംഭവിച്ചില്ലേ എന്നാണ് പലരുടെയും ചോദ്യം. അപജയം സംഭവിച്ചത് മുസ്ലിം ലീഗിനാണോ അതോ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിലാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുസ്ലിം ലീഗിന് മൊത്തത്തിൽ, മുസ്ലിം ലീഗിനല്ലല്ലോ, ഈ സമൂഹത്തിന് മൊത്തം ഇല്ലായ്മയിൽ നിന്ന് വന്ന ഒരു പാർട്ടി. നെഹ്റു ചത്ത കുതിര എന്ന് പറഞ്ഞപ്പോ
ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് CH പറയുകയും എഴുതുകയും ചെയ്തൊരു കാലഘട്ടം. അവിടെ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് വളർന്നു വന്ന് 1952 മദ്രാസിലെ മുഖ്യമന്ത്രിയായി രാജഗോപാലാചാരിക്ക് ഇരിക്കാൻ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ലീഗിന്റെ പിന്തുണ തേടി വരേണ്ടി വന്നില്ലേ? മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടിയിട്ട് രാജഗോപാലാചാരി വന്നു, കാമരാജ നാടാര് വന്നു. അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഗുഡിയാത്തം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടാൻ വേണ്ടി കാമരാജ നാടാര് വന്നു. മുസ്ലിം ലീഗിന് ആരൊക്കെ എതിർത്തു അവരൊക്കെ വന്നു. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിന്റെ പിന്തുണ ചോദിച്ചു വന്നിട്ടില്ലേ? ഇന്നത്തെ പുരോഗമന രാഷ്ട്രീയ പാർട്ടിക്കാർ മുഴുവൻ വന്നല്ലോ. സർദാർ പട്ടേൽ പോലും മുസ്ലിം ലീഗിനെ നിരോധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി എന്താ പറഞ്ഞത്? നിരോധിക്കപ്പെടേണ്ട പാർട്ടിയല്ല സർദാർ പട്ടേൽ, പാർലമെന്റിൽ പറഞ്ഞ മറുപടിയാ. അത്രമാത്രം മുസ്ലിം ലീഗിനെ മാറ്റി സമൂഹത്തിന്റെ വിശ്വാസത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ അന്നത്തെ നേതാക്കൾക്ക് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ ഭരണം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ ഒരിക്കലും മടിച്ചില്ല. രണ്ടാമത്തെ ഒരു ചിന്ത പോലും ഉണ്ടായില്ല. ശ്രീ രാജീവ് ഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ മുസ്ലിങ്ങളെ സഹായിച്ചുവെങ്കിൽ ഒരു മുസ്ലിം മന്ത്രിയെ കൊണ്ടുവരാൻ ഇന്ന് UPയുടെ അധ്യക്ഷ സഹായിച്ച അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോണിയാഗാന്ധി യാതൊരു വൈമനസ്യവും കൂടാതെ അദ്ദേഹത്തെ മന്ത്രിയാക്കി. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ അദ്ദേഹം സത്യത്തിൽ ഒരു സഹമന്ത്രിയാണെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കിൽ അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നത് പോലെ. കേരളക്കരയിൽ മന്ത്രിസഭയിൽ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായിരിക്കുമ്പോ മുഖ്യമന്ത്രിയേക്കാൾ പ്രൗഢിയോടുകൂടി കേരള ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പോലെ തോന്നിയിരുന്നു. ആ രീതിയിൽ അള്ളാഹു നൽകുന്ന ഓരോ തൗഫീഖാണ് നമ്മുടെ നേതാക്കൾക്ക്. അത് അവരുടെ വ്യക്തിപ്രഭാവത്തെക്കാളേറെ കായികമില്ലത്ത് സ്ഥാപിച്ച ഒരു സംഘടന എന്ന രീതിയിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹീത അവസ്ഥയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കൂ, ഈ അംഗീകാരവും ആദരവും ഒക്കെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ഈ അംഗീകാരവും ആദരവും പിന്നെ ഒരു അപചയമായി മാറാൻ പാടില്ല. ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മൾ പരസ്പരം സഹകരിച്ചു നിൽക്കണം. ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമാകട്ടെ, അതിന്റെ അടിസ്ഥാനപരമായ കാതൽ, അതിലെ അംഗങ്ങൾ തമ്മിലുള്ള 100% യോജിപ്പ്. അതിലെ ഏറ്റവും താഴേക്കടുള്ള അംഗങ്ങളാണ് നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഈ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ പ്രവർത്തകർ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് താല്പര്യത്തിലാണ് പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ യാതൊരുവിധ പാർലമെന്ററി താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പ്രത്യേകിച്ച് കേവലം ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ആഗ്രഹമില്ലാത്ത ആൾ. എന്തുകൊണ്ട്? അത് കിട്ടുകയില്ല എന്നത് കൊണ്ടല്ല, അതൊക്കെ സാധ്യമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാട് എന്നെ അതിന് കൊള്ളില്ല എന്നാണ്. നമ്മുടെ പ്രവർത്തന ബന്ധാവ് വേറെ. നമ്മൾ ഇതൊക്കെ പറയുന്നത് കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്നോ ലീഗിനെ കൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്നോ ഒന്നും മോഹിച്ചിട്ടല്ല. ഒരിക്കലും അങ്ങനെ ഒരു മോഹമില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എന്നെ കൊള്ളില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. അതിനെ പറ്റിയ ആളുകൾ ഉണ്ടാകും, അവർക്ക് നല്ല കഴിവുണ്ടാവും. നമ്മുടെ ഫീൽഡ് വേറെ. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന മഹിതമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് തീർച്ചയായും അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചു. അത് നിലനിൽക്കണമെന്ന ഉത്തമ താല്പര്യം കൊണ്ട് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ വളരെ വിനയസ്വരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനല്ല, ആർക്കെങ്കിലും പക്ഷം പിടിക്കാനല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പിന്നിൽ കേരളത്തിലെ ഒരു സംഘം ആളുകൾ നിന്നതുകൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തെ ഇന്ത്യയിൽ തന്നെ അല്ല എന്ന് തോന്നത്തക്ക വിധമുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ആ മാറ്റം നിലനിൽക്കണമെന്ന മോഹമാണ്. അതിന് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ്? മുഅ്മിനീങ്ങളുടെ സ്വഭാവം കാണിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയാറില്ലേ? വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ. ഓരോ മുഅ്മിനും സഹോദരന്മാരാണ്, പരസ്പരം സഹോദരന്മാർ. യകുഫു അൻ ഹുദയതുഹു വയഹൂതുഹു മിൻ വറാഇഹി. അവന്റെ നാശത്തെ ഇവൻ തടുക്കും, അവന്റെ പുറകിലൂടെ അവനെ സംരക്ഷിക്കും. ഇന്ന് യഹൂതുഹു മിൻ വറാഇഹി, പുറകിലൂടെ സംരക്ഷിക്കുകയല്ല, മറിച്ചോ പുറകിലൂടെ പാര വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം പോരും പാരയുമല്ലേ. നമ്മൾ ഭിന്നിച്ചില്ലേ? മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങളെ തോൽപ്പിക്കുന്നത്? മുസ്ലിങ്ങളല്ലേ തമ്മിലടിപ്പിക്കുന്നത്? ഒരു മുസ്ലിമിന് നാശമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, സലാസത്തുൻ ലാ യുസ്തജാബു ദഅവതുഹും. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുകയേയില്ല. ആരാണവർ? ഒന്ന് ആക്കിലുൽ ഹറാം, ഹറാമ തിന്നുന്നവൻ. രണ്ടാമത്തേത് മിഖ്താറുൽ ഐബത്ത്, ഇഷ്ടം പോലെ പരദൂഷണം പറയുന്നവൻ. മറ്റൊരുത്തനോ വമൻ കാന ഫീ ഖൽബിഹി ഗില്ലുൻ ഔ ഹസദുൻ ലിൽ മുസ്ലിമീൻ. തന്റെ സമുദായാംഗത്തോട് മനസ്സിൽ ഹസദ് അഥവാ അസൂയ അല്ലെങ്കിൽ വെറുപ്പ്, തന്റെ സ്വന്തം സമുദായാംഗത്തോട് മനസ്സിൽ വെറുപ്പോ അസൂയയുള്ളവൻ ഒരിക്കലും അവന്റെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കില്ലെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സംഘടനാ പ്രവർത്തനം പഠിക്കുന്ന കുട്ടികൾ പഠിക്കണം, നമ്മൾ പരസ്പരം ഒരിക്കലും വിദ്വേഷമുള്ളവരാകരുത്, പരസ്പരം ഒരിക്കലും വെറുപ്പുള്ളവരാവരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ വന്നു. ഫഖാല, അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്,
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ്? അയാൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വെറുതെയാണോ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഉസ്മാനി സാഹിബ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? അള്ളാഹിന്റെ റസൂലാ പറഞ്ഞത്, ഒരു മനുഷ്യൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് എപ്പോഴാ? അൻഫഉഹും ലിന്നാസ് ആകുമ്പോ, അവൻ ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവനാകുമ്പോ. ഒരു പൊതുപ്രവർത്തകന് ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റും? ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്തൊക്കെ സേവനം അവന് ചെയ്തു കൊടുക്കാൻ കഴിയും? അവൻ ചെയ്തു കൊടുക്കുന്നത് പോലെ സേവനം മറ്റാർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒരു കുട്ടിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ, ആശുപത്രിയിൽ ഒരു രോഗിക്ക് പെട്ടെന്ന് ചികിത്സ വാങ്ങിക്കൊടുക്കുവാൻ, അതല്ലെങ്കിൽ ഒരുത്തിന് പാസ്പോർട്ട്